ഞാൻ ഓതണ കാലത്തിൽ നെയ്യപ്പത്തിന് 25 വയസ്സാണ്. ഒരു 10-40 കൊല്ലം മുമ്പത്തെ കഥയാണ്. അപ്പോൾ 25 വയസ്സൊക്കെ ഒരു നെയ്യപ്പം കിട്ടുമോ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ പണ്ട് പറഞ്ഞെന്നൊരു ചരിത്രം തന്നെ ആദ്യം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞൊരു സ്വഹാബിയാണ്. ബദറിൽ അത്രയും വലിയ ത്യാഗമാണ് ഉഹുദിൽ അദ്ദേഹം അനുഭവിച്ചത്. ആ സ്വഹാബി ഇങ്ങനെ റഅത്ത് മിന്നു, അവരുടെ ഭാര്യ അന്ന സൗജത്തെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു റഅത്ത് മിന്നു സിക്കലൻ, അദ്ദേഹത്തിന് എന്തോ ഒരു ക്ലേശവും പ്രയാസമൊക്കെ കണ്ടു. ഭാര്യ മുഖത്തൊരു വിഷമം. അപ്പോൾ ഭാര്യ പോയിട്ട് ചോദിച്ചു, ഇപ്പോൾ കാലത്ത് മാലക്ക ലഅല്ലഹു റാബക്ക മിന്ന ഷൈഉൻ, എന്നെ പറ്റി എന്തെങ്കിലും ഡൗട്ടുണ്ടോ ചോദിച്ചു. എന്താ നിങ്ങളുടെ ഈ ഹമ്മിന് കാരണം? ഭാര്യ വന്നിട്ട് പറയാണ്, എന്താ നിങ്ങൾക്കൊരു ഒരു പ്രശ്നം, എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും എൻ്റെ ലൈംഗിക വിശുദ്ധിയിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്നാണ് ചോദിക്കണേ. അതാണോ പ്രശ്നം എന്ന് ചോദിച്ചു. കാല സ്വഹാബി പറഞ്ഞില്ല, ഒരിക്കലുമല്ല. വലനീമ ഹലീലത്തുൽ മർഇൽ മുസ്ലിമി അന്തി, മുസ്ലിമായൊരു മനുഷ്യൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഭാര്യ നീയാണ്, നല്ല ഉത്കൃഷ്ടയായ ഭാര്യയാണ് നീ. ലാക്കിൻ ഇജിത്തമ എന്തി മാറുൻ, ഇവിടെ പ്രശ്നം അതല്ല, കുറച്ച് പൈസ ഉണ്ട്. ഇജിത്തമ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്തി എൻ്റെ അടുത്ത് മാറും, കുറേ പൈസ മാനു കേൾക്കണ്ടോ, കുറേ പൈസ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കണം. ഇപ്പോൾ വല അതിരി കൈഫാസ്, എന്തൊക്കെ ഇനി ഇപ്പോൾ കാട്ടണമെന്ന് വെച്ച് പൊടുത്തം കിട്ടണില്ല. കാലത്ത് ബി പറയാണ്, ഒമായിമുക്ക മിന്നു, അതിനിപ്പോൾ എന്തിനത്ര പുറത്തേറാണ് നിങ്ങൾ, പൊതു കോമക്ക നിങ്ങളുടെ കുടുംബക്കാരൊക്കെ വിളിച്ചോളിയും, ഫക്സിമു ബൈനങ്ങോട്ട് ഓൽക്കൊണ്ട് ഒരിച്ചു കൊടുത്താളിയാണ്. ഇപ്പോൾ കാല ഉടനെ അദ്ദേഹം യാ ഉലാം വൃത്തിനെ വിളിച്ചു, അലിയബി കൗമിൻ്റെ കൗമിങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവാ. അങ്ങനെ കൊണ്ടുവന്നു. ആ പൈസ ഓർക്കൊക്കെ ഓരി വെച്ച് കൊടുത്തു. ഇങ്ങോട്ട് പറയണോ, ഫക്കാന ജുംലത്തുമാ കസമ, അന്ന് ഓഹരി വെച്ചതിൻ്റെ ആകത്തുക 400,000, 400,000 എത്രയായി പോയാമോ? 4 ലക്ഷം. അന്നത്തെ 4 ലക്ഷം കേട്ടോ. ഇന്നിപ്പോൾ എങ്ങനെ പോകുന്നപ്പോൾ ഈ കുട്ടികളോട് പറയണം, ഞാൻ ഓതണ കാലത്തിൽ നെയ്യപ്പത്തിന് 25 വയസ്സാണ്. അന്ന് ഞങ്ങൾ വലിയൊരു മൊത്തലോ 4 മണിക്കൊരു ചായ ഉള്ളൂ, കാൽച്ചായ ഉള്ളൂ, ഹോട്ടലിലാണത്. എല്ലാവരും ഇങ്ങനെ ചായയും നെയ്യപ്പം കൂട്ടി കൊടുക്കും. ഞങ്ങളാ നെയ്യപ്പം നോക്കി ഇങ്ങനെ കുടിച്ച് ഞങ്ങൾ ഓതേണ്ട കാലം. അന്ന് മൂലിയേറ്റൊക്കെ ഹോട്ടലിലൊരു കാൽച്ചായ ഉണ്ടാവും വൈകുന്നേരം അസർസ്കരിച്ചിട്ട്, കടിയില്ല കമ്മിറ്റിൻ്റെ, അതന്നെ വലിയതാണ്. നല്ലൊരു പാൽച്ചായട്ടും പെരിയിലാണെങ്കിൽ കട്ടൻ ചായ അല്ലേ. ഇങ്ങോട്ട് ഒരു 25 വയസ്സ് ഞങ്ങൾ നെയ്യപ്പത്തിന് ഉണ്ടാക്കണമെന്ന് അയ്യപ്പോൾ ഒരുവിടെ ഉണ്ടാവും പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു നെയ്യപ്പത്തിൻ്റെ വില 25 പൈസയാണ്. അന്ന് ഒരു 10-40 കൊല്ലം മുമ്പത്തെ കഥയാണ്. അപ്പോൾ 25 വയസ്സൊക്കെ ഒരു നെയ്യപ്പം കിട്ടുമോ ചോദിച്ചപ്പോൾ അന്നത്തെ പൈസൻ്റെ വില അതാണ്. എന്നമാർക്ക് അന്ന് 4 ലക്ഷം റുപ്യാണ് ഓരിച്ചെടുത്ത്. അങ്ങനെ എത്ര ചരിത്രങ്ങൾ എന്നറിയങ്ങൾ.